ഹായ് ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി നമുക്കൊരു അടിപൊളി ബിരിയാണി എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങൾ തമ്മനയിൽ കണ്ടതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ ഓയിൽ ചേർക്കുന്നില്ല, തക്കാളി ചേർക്കുന്നില്ല, ഉള്ളിയൊന്നും വഴറ്റുന്നില്ല. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബിരിയാണീൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതുതായി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അതിനായിട്ട് ഞാനിതാ 1.5 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അഴുക്കൊക്കെ ഞാൻ മുമ്പേ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ അവസാനമായിട്ട് നമുക്ക് ഉപ്പും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് തിരുമ്മി എന്നിട്ട് ഒന്നും കൂടെ ക്ലീൻ ചെയ്ത് എടുക്കാം. ചിക്കൻ എപ്പോഴും ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ അവസാനമായി കഴുകുമ്പോൾ ഒന്നെങ്കിൽ ഉപ്പ് ചേർത്ത് കഴുകുക, ഇല്ലെങ്കിൽ ചെറുനാരങ്ങ ചേർത്ത് കഴുകുക. അപ്പോൾ നമുക്ക് നല്ല പോലെ ക്ലീനായി വൃത്തിയിൽ കിട്ടും കേട്ടോ. അപ്പോൾ അതിൻ്റെ അഴുക്കൊക്കെ മാറി കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഉപ്പ് ചേർത്ത് കഴുകുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ആദ്യം ചിക്കൻ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഇപ്പോൾ അതാ ചിക്കൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ കണ്ടില്ലേ, നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിന് വേണ്ട സവാള അരിഞ്ഞെടുക്കാം. ഇതിപ്പോൾ ഞാൻ വലിയ വലുപ്പമുള്ളത് കൊണ്ടാണ് 6 സവാള എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ മീഡിയം സൈസ് ആണെങ്കിൽ 7 8 സവാള എടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ മൊത്തത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാനിതാ ചൂടായ ഓയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നില്ല. നമുക്ക് 2 ബാച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾ വലിയ പാത്രം എടുക്കുന്നതാണെങ്കിൽ ഒരേ ബാച്ചിൽ ഫ്രൈ ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാനിതാ 2 ബാച്ചായിട്ട് മൊത്തത്തിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ചിക്കൻ ഇപ്പോൾ നിങ്ങൾ കഴുകി വെച്ചത് നല്ലപോലെ അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റി മാറ്റി എടുത്തിട്ടുണ്ട്. ഒരു അരിപ്പയിൽ വെച്ചിട്ട് അതിൻ്റെ വെള്ളം മൊത്തം കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിനിപ്പോൾ ഇതിന് വേണ്ട പൊടികളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. 2 ടേബിൾ സ്പൂണ് മുളക് പൊടി, 2 ടേബിൾ സ്പൂണ് ഗരം മസാല പൗഡർ, 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂണ് കുരുമുളക് പൊടി, 1 ടീസ്പൂണ് ചിക്കൻ മസാല പൗഡർ, 1 ടീസ്പൂണ് ബിരിയാണി മസാല പൗഡർ, 2 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 7 പച്ചമുളക് ചതച്ചെടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് പുതിനയിലും മല്ലിയിലയും. ഇതൊന്ന് കഴുകി നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഏത് പാനിലാണോ ചെയ്തെടുക്കുന്നത് അതേ സെയിം പാനിൽ തന്നെ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ പാനൊന്നും മാറ്റുന്നില്ല, അതേ പാത്രത്തിലേക്ക് തന്നെ ചിക്കൻ ഇട്ട് കൊടുക്കുക. നമ്മൾ കുക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച പൊടികൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സവാള ഫ്രൈ ചെയ്തത് ചേർത്ത് കൊടുക്കുക. സവാള ഫ്രൈ ചെയ്തത് നമുക്ക് ദമ്മ് ചെയ്യാൻ ഉള്ളത് മാറ്റി വെച്ചിട്ട് ബാക്കി മൊത്തത്തിലായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മല്ലിയിലയും പുതിനയിലും ചേർത്തിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് ഇതൊക്കെ ചേർത്ത് നല്ല പോലെ കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് ഉപ്പ് വേണമെന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം ഞാൻ ചേർത്ത തൈര് പുളിയില്ലാത്ത തൈര് ആയതുകൊണ്ടാണ് ഞാൻ ചെറുനാരങ്ങ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ പുളിയുള്ള തൈരാണ് ചേർക്കുന്നതെങ്കിൽ ചെറുനാരങ്ങയുടെ ആവശ്യമില്ല കേട്ടോ. തൈരിന് പുളിയില്ല നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ 3 ടേബിൾ സ്പൂണ് ഗീ ചേർത്ത് കൊടുക്കുക കേട്ടോ. നെയ്യ് ചേർത്ത് കൊടുക്കുക. അപ്പം ഞാൻ വിട്ടുപോയതാണ് ആദ്യം. എന്നിട്ട് ഇതും മിക്സ് ചെയ്ത് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ചെക്ക് ചെയ്യാൻ മറക്കല്ലേ. നമ്മളിനിപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നില്ല. ഈ സമയത്ത് തന്നെ ഉപ്പും ചെക്ക് ചെയ്യുക. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇനിയിപ്പോൾ ഞാനിതൊന്ന് കഴുകി വൃത്തിയാക്കി വരാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല വെള്ളം ഒഴിച്ച് നമുക്ക് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിന് വേണ്ട കാഷ്യും കിസ്മിസും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ. ഇത്ര അളവൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കുക കാഷ്യും കിസ്മിസും. നിങ്ങൾക്കത് ബിരിയാണിയിൽ കൂടെ കഴിക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം തന്നെ എടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് മൊത്തത്തിലായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം. കാഷ്യൂ ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കിസ്മിസ് ചേർത്ത് കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അങ്ങനെ ഞാനിതാ മൊത്തത്തിലായിട്ട് അത് ചെയ്ത്. ഇനിയിപ്പോൾ ഇത് മസാല നമ്മൾ വെച്ചത് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ 1 മണിക്കൂർ വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. മിനിമം അരമണിക്കൂറിന് വെക്കുക. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഗ്യാസ് ഓൺ ചെയ്ത് വെക്കാം. അതേ സമയത്ത് തന്നെ നമുക്ക് അരി വേവിക്കാനുള്ള വെള്ളം കൂടി തിളക്കാൻ വെക്കാം. ഇതിപ്പോൾ ഞാൻ 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ആ ചിക്കനിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി വരും. അപ്പോൾ അതേ വെള്ളമാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ചോർത്ത് കൊടുക്കുക കേട്ടോ. കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചോർത്ത് കൊടുക്കുക വേണമെന്നുണ്ടെങ്കിൽ. വെള്ളം ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് പിന്നെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ ചെറുതായി തിളച്ച് വരുന്നുണ്ട്, ചിക്കൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. നല്ല അടിപൊളി ബിരിയാണി കേട്ടോ. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നമ്മളിതിലേക്ക് ഓയിലൊന്നും ചേർക്കുന്നില്ല, കളറോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. നല്ല അടിപൊളി ബിരിയാണിയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്കിതിനെ 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ചിക്കൻ്റെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അധികമൊന്നും ചേർക്കരുത്. ആ സമയത്ത് നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് പട്ട, ഗ്രാമ്പു, 3 ഏലക്ക, കുരുമുളക് ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പകുതി ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുക. ചെറുതാണെങ്കിൽ 1 ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് വലിയ വലിപ്പമുള്ള ചെറുനാരങ്ങയാണ് പകുതി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഉപ്പ് കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് കുറയാതെ പോലെ ശ്രദ്ധിക്കണം ചോറിന്. അപ്പോൾ നമ്മൾ ബിരിയാണി കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കുറയും. അപ്പോൾ അതുകൊണ്ടാണ് ഉപ്പ് ശ്രദ്ധിച്ച് തന്നെ ഇടുക കേട്ടോ. ഇനിയിപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പം തന്നെ നമ്മൾ അരി ഇടരുത്. ഇതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നല്ല പോലെ തിളച്ചതിന് ശേഷം നമുക്ക് കഴുകി ഊറ്റി മാറ്റി വെച്ച അരി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഇനിയിപ്പോൾ ഇതൊന്ന് നല്ല പോലെ തിളച്ച് വരട്ടെ. ഇത് പകുതി വേവുമ്പോൾ നമുക്ക് കോരി മാറ്റിയെടുക്കാം കേട്ടോ. ഇതിപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. ആ സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ റൈസും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് മസാലയിൽ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ മൊത്തത്തിൽ വെന്തിട്ടില്ല, ചിക്കനായാലും റൈസായാലും. നമുക്കിനി ദമ്മിൽ വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ പകുതി റൈസ് പുതിനയിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ബാക്കി വന്ന റൈസും കൂടി നമുക്ക് മൊത്തത്തിലായി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കാഷ്യും കിസ്മിസും ഫ്രൈ ചെയ്ത ഓണിയനും പുതിന നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ ആഡ് ചെയ്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ ബിരിയാണി എസൻസ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതൊന്നും ചേർക്കുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ.
ഇനിയിപ്പോൾ നമുക്കിത് അലുമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ദമ്മ് ചെയ്തെടുക്കുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അലുമിനിയം ഫോയിൽ വെച്ച് കൊടുക്കുന്നില്ല, ഇല്ലെങ്കിൽ മൈദമാവ് കൊണ്ട് വേണമെങ്കിൽ അടിച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാനിതൊന്നും ചെയ്യുന്നില്ല, എൻ്റെ കയ്യിലില്ല. പിന്നെ മൈദ കുഴച്ച് കഴിഞ്ഞപ്പോൾ അത് പരത്താനുള്ള മടി കൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ നമുക്കിത് അടിച്ച് വെച്ച് 20 മിനിറ്റ് അരമണിക്കൂർ ദമ്മ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിത് ഹോൾസ് ഗ്രാമ്പ് വെച്ച് അടിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ അലുമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല, അലുമിനിയം ഫോയിൽ തന്നെ വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലാണ് അരമണിക്കൂർ ദമ്മിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ തന്നെ നമ്മൾ ദമ്മ് പൊട്ടിച്ച് അന്നേരം തന്നെ വിളമ്പാൻ നിൽക്കരുത്. അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അത് സെർവ് ചെയ്യുമ്പോൾ. ഇനിയിപ്പോൾ ഇത് 10-15 മിനിറ്റ് കഴിഞ്ഞ ശേഷമാണ് ഞാൻ വീണ്ടും തുറന്ന് നിങ്ങൾക്ക് കാണിക്കുന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുണ്ടെന്നോ എത്രത്തോളം നന്നായിട്ടുണ്ടെന്നോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ റൈസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ നല്ല അടിപൊളി ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ പല ടൈപ്പിലും ബിരിയാണി ഉണ്ടാക്കാറുണ്ട്, പക്ഷേ എന്നാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബിരിയാണി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. എൻ്റെ ചാനൽ പുതുതായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന പുതുതായി വീഡിയോസ് ആകുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു സിമ്പിൾ റെസിപ്പി കാണുന്നതായിരിക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.